സർ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒരു പേടി സ്വപ്നം തന്നെയാണ്. നേരത്തെയും B-2 ബോംബർ വിമാനങ്ങളിലെത്തി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടതിൽ നമ്മളൊരു 12 ഡേയ്സ് വാറിന്റെ സമയത്ത് ചർച്ച ചെയ്തതാണ്. ഇപ്പൊ വീണ്ടും ഹോർമൂസിന്റെ സമീപത്ത് പലയിടങ്ങളിലായിട്ട് ഈ മിസൈലുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് അറിവ്. ആ കേന്ദ്രങ്ങളെ തകർക്കാനായിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. വലിയ നാശനഷ്ടം ഉണ്ടാവില്ലേ? ഇന്ന് രാവിലെയാണ് പ്രയോഗിച്ചത്. യുദ്ധത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഹോർമുസ് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഇന്ധന ടാങ്കറുകൾക്കും പോകാവുന്ന വിധത്തിൽ സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ നാറ്റോ രാജ്യങ്ങളുടെ സഹായം ട്രംപ് തേടിയിരുന്നു. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് പറഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങൾ മാറി നിന്നു. ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി ഇത് ഞങ്ങളുടെ യുദ്ധമേ അല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണല്ലോ പറഞ്ഞത്. ആകെ ഫ്രാൻസാണ് അങ്ങോട്ട് കപ്പലുകളൊക്കെ അയക്കുന്നത്. പക്ഷെ ഫ്രാൻസും പറഞ്ഞു പ്രതിരോധത്തിന് മാത്രമേ ഞങ്ങളുള്ളൂ, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് അമേരിക്ക തന്നെത്താൻ ട്രംപ് തീരുമാനിച്ച് ഇന്ന് രാവിലെ അവിടെ ഈ ഹോർമുസ് തീരമുണ്ടല്ലോ, ഹോർമുസ് തീരത്തില് ഉള്ള ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ, മിസൈൽ സൈറ്റുകൾ, അവിടെ മിസൈൽ ഇങ്ങനെ വിന്യസിച്ചിട്ടുണ്ടല്ലോ കേന്ദ്രങ്ങൾ, അതെല്ലാം ബോംബിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് നശിപ്പിച്ചു. 2200 കിലോ വരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബോംബിന് 2200 കിലോ ഒക്കെ വരുന്നത്. അപ്പോൾ ഇറാന്റെ മിസൈൽ സെറ്റുകളിൽ ഇത് 5000 പൗണ്ട് എന്ന് സെൻകോം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡീപ്പ് പെനട്രേറ്റിംഗ് ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈൽ ആണ് അവിടെ ഈ സൈറ്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിരിക്കുന്നത് എന്ന് അമേരിക്കയുടെ സെൻകോം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ട്രംപ് പറഞ്ഞു നാറ്റോ രാജ്യങ്ങൾ ഈ കാര്യത്തിൽ അമേരിക്കയുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞത് ഫൂളിഷ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു, മണ്ടൻ തീരുമാനമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി അമേരിക്ക ഈ രാജ്യങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഹോർമുസ് ഭാഗത്ത് ഇറാന്റെ ഈ ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലുകൾ ഉണ്ടായിരുന്നല്ലോ, എണ്ണ ടാങ്കറുകളെ തകർക്കുന്ന ക്രൂസ് മിസൈലുകൾ, അവ നാമാവശേഷമായിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ആ മിസൈലുകൾ അവിടെ ഉണ്ട്, വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ വിമാനവാഹിനിയൊക്കെ കുറേം കൂടി തീരത്ത് നിന്ന് പിൻവലിക്കേണ്ടി വന്നത്. ഇത് കൂടി മറ്റ് രാജ്യങ്ങളുടെ, ഇപ്പൊ ഇന്ത്യയുടെ ടാങ്കറുകളൊക്കെ പറഞ്ഞാൽ വിടുന്നുണ്ട്, ചൈനയുടെ ഒക്കെ വിടും, മറ്റു രാജ്യങ്ങളുടെ വിടില്ലല്ലോ. ഇല്ല, പോയി കഴിഞ്ഞാൽ മിസൈൽ അയച്ച് തകർക്കും. അതുകൊണ്ട് ഹോർമുസ് പിടിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് അമേരിക്കയുടെ. ഇപ്പൊ 2500 മറീനുകൾ, പിന്നെ അംഫീബിയസ് അസോൾട്ട് ഷിപ്പ്, ഇതൊക്കെ വരുന്നുണ്ടല്ലോ. 2 ആഴ്ചക്കുള്ളിൽ ജപ്പാനിൽ നിന്നുള്ള മറ്റേ അംഫീബിയസ് അസോൾട്ട് ഷിപ്പ് അതും വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഹോർമുസിലൊരു പ്രത്യേക ഓപ്പറേഷൻ നടത്തിയാലേ ഈ ഹോർമുസ് പിടിക്കാൻ പറ്റുള്ളൂ. ഹോർമുസും പിടിക്കണം, ഖാർക്ക് ദ്വീപും പിടിക്കണം. ഹോർമുസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മിസൈലുകൾ തകർത്തേ പറ്റുള്ളൂ ആദ്യം, എന്നാലേ അങ്ങോട്ട് ഈ ഓപ്പറേഷന് ആളുകൾക്ക് ചെല്ലാൻ പറ്റുള്ളൂ, യുദ്ധ കപ്പലുകൾക്കും അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിസൈൽ തകർത്ത് കളയും. അതുപോലെ ഖാർക്ക് ദ്വീപിന്റെ വടക്കൻ ഭാഗത്താണ് എയർ സ്ട്രിപ്പ് ഒക്കെ ഉള്ളത്. തെക്ക് ഭാഗത്താണ് എണ്ണയുടെ കേന്ദ്രം ഖാർക്ക് ദ്വീപില്. വടക്കൻ ഭാഗത്ത് പട്ടാള കേന്ദ്രമാണ് ഇറാന്റെ. ആ വടക്കൻ ഭാഗത്താണ് അമേരിക്ക മറ്റേ ബോംബറിൽ കൊണ്ടുവന്നിട്ട് ഈ ബോംബുകളിട്ട് തകർത്തത്. അപ്പോൾ അവിടെയും ഒരു ഓപ്പറേഷൻ, സ്പെഷ്യൽ ഓപ്പറേഷൻ ഇതുപോലെ അമേരിക്കയുടെ നടക്കാൻ പോകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇറാനെ മൊത്തത്തിൽ കീഴടക്കുന്ന പരിപാടി
നടക്കില്ല, ഉടനെയൊന്നും നടക്കില്ല, ഒരുപാട് കാലം എടുക്കും. പക്ഷെ ഗാർഗ് ദ്വീപിലെ എണ്ണ കേന്ദ്രം പിടിക്കാം. അത് മറ്റേ വൻകരയിൽ നിന്ന് അകലെയാണല്ലോ, ദ്വീപാണത്. അപ്പോൾ അതുകൊണ്ട് അത് പിടിക്കാം, പ്രത്യേക സേനയൊക്കെ ഇറങ്ങിയിട്ട്. അതുപോലെ തന്നെ ഹോർമുസ് മറ്റ് രാജ്യങ്ങളുടെ ടാങ്കറുകൾക്ക് പോകാവുന്ന വിധത്തിൽ എസ്കോർട്ട് കപ്പലുകൾ അയക്കുന്ന ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ടാങ്കറുകൾക്ക് അകമ്പടി കപ്പലുകൾ അയക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ട്രംപിന് വാക്കുപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അകമ്പടി കപ്പലുകൾ എണ്ണ ടാങ്കറുകളിലെ അകമ്പടി സേവിച്ച് പോകണമെന്നുണ്ടെങ്കിലും ഇറാന്റെ മിസൈലുകൾ നിർവീര്യമാക്കണം അവിടത്തെ. ആ നിർവീര്യമാക്കുന്ന പരിപാടിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടത് കഴിഞ്ഞ കൊല്ലം ജൂണില് ഈ ബോംബറുകൾ വന്നിട്ട് ഈ പണിയാണ് നദാൻസിലും ഫോർദോയിലും ആണവ നിലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഭൂമി തുറന്ന് അകത്തേക്ക് പോകുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഇത് ഇടാനുള്ള, ഇങ്ങനെ ആക്രമിക്കാനുള്ള ബോംബറുകൾ ഇസ്രയേലിന്റെ കയ്യിലില്ല. അപ്പൊ അത് അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ. അതാണ് പല താവളങ്ങളില്, ഇപ്പോ ബ്രിട്ടനിലെ താവളങ്ങളില് ലാങ്ഫോർഡിലും ഒക്കെ ബോംബറുകൾ വന്നു എന്ന് പറഞ്ഞു. ഡിഗോ ഗാർസിയയില് ബോംബറുകൾ വന്നിരുന്നു. പക്ഷെ ഡിഗോ ഗാർസിയ ഇറാൻ യുദ്ധത്തിന് ഉപയോഗിക്കരുത് എന്ന് ബ്രിട്ടൻ, അമേരിക്കൻ താവളമാണെങ്കിലും ബ്രിട്ടന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ബ്രിട്ടനുമായിട്ടാണ് മറ്റേ മൗറീഷ്യസ് പാട്ട കരാറുള്ളത്. അപ്പൊ ബ്രിട്ടൻ സമ്മതിക്കണം. അപ്പൊ ഡിഗോ ഗാർസിയ നിങ്ങൾക്ക് താവളം ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. പൊതുവെ ഈ നീരസത്തിലാണല്ലോ സ്റ്റാമറും ട്രംപും. ബ്രിട്ടനും ഇതിനു വേണ്ടി വഴങ്ങുന്നില്ല, ബ്രിട്ടൻ സേനയും അയക്കുന്നില്ല. യുദ്ധക്കപ്പലുകൾ അയക്കാന്ന് പറഞ്ഞിട്ട് അതിനും കാലതാമസം വരുന്നു. ഈ അവസ്ഥയിൽ അമേരിക്ക തന്നെ ഒരു ഓപ്പറേഷൻ ഹോർമുസിൽ നടത്തി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോർമൂസ് വഴിയുള്ള മറ്റ് കപ്പലുകൾക്ക് പോകാമെന്ന ഇടയ്ക്ക് ഈ അതായത് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെയും കപ്പലുകൾ ഒഴിച്ച് മറ്റ് കപ്പലുകൾ പോകുന്നതിന് പ്രശ്നമില്ല എന്നുള്ള ചില സൂചനകൾ ഇറാൻ നൽകിയിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്ക പറയുന്നത് പോലെ ഹോർമൂസിലേക്ക് ഇടിച്ചു കയറാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ജപ്പാൻ്റെ അടുത്ത്, ഓസ്ട്രേലിയയുടെ അടുത്ത്, അതുപോലെ തന്നെ ഫ്രാൻസ്, രാജ്യങ്ങൾ സമ്മതിച്ചില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇറാനുമായിട്ട് പിന്നീട് കുറച്ച് വ്യാപാര ബന്ധമുണ്ട്. എന്താ വെച്ചാൽ ഇറാൻ എണ്ണ എന്തായാലും ഉൽപ്പാദിപ്പിക്കും, ഇവർക്ക് വിൽക്കാൻ പറ്റാത്ത ഒരു ഉപരോധമല്ലേ പറയുന്നത്. ഇത് മാത്രമല്ല, ഇനി ഒരു പക്ഷേ ഈ പറയുന്ന പെട്രോ ഡോളറിന്റെ ആധിപത്യം മാറ്റിയിട്ട് ചൈനയിലെ യുവാൻ ഇതിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് തിരിച്ചടി. കാരണം അവർക്ക് എണ്ണ കൊണ്ടുപോകാനും പറ്റുന്നില്ല, പെട്രോ ഡോളറിന്റെ ആ മേൽക്കോയ്മ നഷ്ടപ്പെടുത്താനായിട്ട് ചൈനീസ് യുവാനെ രംഗത്തിറക്കാൻ ഇറാൻ തീരുമാനിക്കുകയും ചെയ്തു. അമേരിക്ക എങ്ങനെ പ്രതിരോധിക്കും? അല്ല, അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ കൂടെ നിൽക്കാനായിട്ട് ഒരു രാജ്യവും അമേരിക്കയുടെ കൂടെ ഇല്ല. ഈ ബ്രിട്ടന്റെ യുദ്ധക്കപ്പലുകൾ അയക്കാം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കപ്പൽ അയക്കാം എന്നൊക്കെ പറയുന്നത്, ഈ സൈപ്രസിൽ താവളം ഉണ്ടല്ലോ ബ്രിട്ടന്, ആ സൈപ്രസിലേക്ക് യുദ്ധക്കപ്പൽ അയക്കാം എന്നുള്ളതാണ് ബ്രിട്ടൻ പറയുന്നത്. അല്ലാതെ ഈ ഗൾഫ് മേഖലയിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഞങ്ങൾ യുദ്ധക്കപ്പൽ അയക്കാം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പെട്രോ ഡോളറിന്റെ മറ്റേ 1973 മുതലാണ് ഈ പെട്രോ ഡോളർ എന്ന് പറഞ്ഞ സംവിധാനം വരുന്നത്. കാരണം അന്നത്തെ ഈ ക്രൈസിസ്, ഓയിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് സംരക്ഷിച്ചോളാം, നിങ്ങൾ പക്ഷേ ഇത് ഡോളറിൽ വിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് 1973 മുതൽ ഇപ്പോൾ ആ പെട്രോ ഡോളറിൽ നിന്ന് സൗദി പിൻവാങ്ങി കഴിഞ്ഞല്ലോ. 2 കൊല്ലമായി സൗദി അതിൽ നിന്ന് പിൻവാങ്ങിയിട്ട്. അപ്പോൾ ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന അതേപോലെ അവർക്ക് കിട്ടുന്ന വരുമാനം ഈ രാജ്യങ്ങൾ അത് അമേരിക്കയിലെ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നും അമേരിക്ക പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അമേരിക്ക ഈ ഡോളറിനെ കാലഘട്ടമായിട്ട് സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ട്രഷറി ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ചൈനയും ജപ്പാനുമായിരുന്നു. ചൈന പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങി സ്വർണത്തിൽ നിക്ഷേപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത്തരം പ്രതിസന്ധികൾ ധാരാളമുണ്ട്. അമേരിക്കയിൽ തന്നെ ഇന്ന് രാവിലെയും കണ്ടു പോപ്പുലാരിറ്റി, ജനപ്രീതി ആളുടേത് ഇടിഞ്ഞ്
18% താഴേക്ക് ട്രംപിന്റെ പോന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ട്രംപ് മറ്റേ ലാരിജാനിയെ കൊന്നു, ഗമനയെ ആദ്യമേ കൊന്നു, അടുത്ത ഭരണാധികാരിയും കൊന്നു. കാരണം ലാരിജാനിയാണ് ഗമനയുള്ളപ്പോഴും ശരിക്കും ഭരണമൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ലാരിജാനിയാണ്. മുജ്താബയാണെങ്കിൽ പരിക്കേറ്റിട്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ട് റഷ്യയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയിൽ ഈ ഇറാൻ എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യും. വലിയ രാജ്യമാണ്, ഇറാഖിന്റെ 4 ഇരട്ടിയുണ്ട്, മറ്റേ മലകൾ കൊണ്ട് കോട്ട കെട്ടിയ രാജ്യമാണ്. കുർദുകളെ കിട്ടിയിട്ടില്ല കരയുദ്ധത്തിൽ ട്രംപിന്. ട്രംപ് ആരോടൊക്കെ ചോദിച്ചോ ശരിക്കും സ്നബ് എന്ന് പറയില്ലേ, അല്ലെ ഈ പുച്ഛിച്ച് തള്ളല്, അങ്ങനെയാണ് രാജ്യങ്ങൾ ട്രംപിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്നബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഇവിടെ ഈ 34 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഹോർമൂസ് കടലിടുക്ക് വെച്ചുകൊണ്ട് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. ഒരിക്കലും അമേരിക്ക ഇത്രയും ഒരു പ്രതിരോധം ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, അവരിപ്പോഴും അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അത് ഇസ്രായേലിന് നേരെ നടത്തുന്നു, US നേരെ നടത്തുന്നു. ഈ അവരുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും അവരുടെ ആയുധശേഷി കുറയുന്നില്ല എന്നുകൂടി. അതായത് ഈ ഹോർമുസില് ഇന്ന് നടന്നിട്ടുള്ള ഈ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മിസൈൽ സിസ്റ്റം, ക്രൂസ് മിസൈൽ സിസ്റ്റം എന്നാണ് സെൻകോം പറഞ്ഞത്. പക്ഷേ ഇവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ കുഴി ബോംബുകൾ വെള്ളത്തില് വിന്യസിച്ചിട്ടാണ് ആ ഭാഗം സെക്യൂർ ആക്കിയിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ കടൽ മൈനുകൾ പൊട്ടിത്തെറിക്കുന്ന അതാണ്. അപ്പൊ ആ കാര്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലല്ലോ. അപ്പോ കുഴിബോംബുകൾ ധാരാളം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം മൈനിങ് ബോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ടുകൾ വന്നിട്ടാണ് ഈ മൈനുകൾ വിന്യസിച്ചിട്ട് പോകുന്നത്. അങ്ങനെ 16 ബോട്ടുകൾ, മൈനിങ് ബോട്ടുകൾ ഇടയ്ക്ക് തകർത്തിരുന്നു. വ്യോമാക്രമണത്തിൽ അമേരിക്ക തകർത്തിരുന്നു. ആ ബോട്ടുകളാണല്ലോ തകർത്തത്. അവിടെ വിന്യസിച്ചിട്ടുള്ള മൈനുകൾ നീക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഈ ഹോർമുസിലിപ്പോ ബങ്കർ ബസ്റ്റർ ബോംബാക്രമണം ഇന്ന് നടന്നിട്ടുണ്ട്. അത് ക്രൂസ് മിസൈൽ സിസ്റ്റംസ് തകർത്തു എന്നുള്ളതാണ്. പക്ഷെ കുഴിബോംബുകൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഹോർമുസ് പിടിച്ചെടുത്തു എന്നൊന്നും പറയാറായിട്ടില്ല. ഒരാക്രമണം അവിടെ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹോർമുസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും വലിയ സന്നാഹം വേണം. അപ്പോ മഞ്ഞുമലയുടെ ഒരു അറ്റത്ത് തൊട്ടിരിക്കുന്നു അമേരിക്ക എന്നേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.